സംസ്ഥാനത്ത് കാലവർഷം കനത്തതോടെ തീരദേശ മേഖലകളിൽ കടലേറ്റ ഭീതി രൂക്ഷമാകുന്നു. സമുദ്രനിരപ്പ് ഗണ്യമായി ഉയർന്നതോടെ കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കുന്ന് ചേരങ്കൈ ഭാഗങ്ങളിൽ കടൽ വീടുകൾക്ക് തൊട്ടരികിലെത്തിക്കഴിഞ്ഞു. പ്രതിരോധത്തിനായി നാട്ടുകാർ ഒരുക്കിയ മണൽച്ചാക്കുകൾ ഉൾപ്പെടെ തിരമാലകൾ കൊണ്ടുപോയി. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതികളൊന്നും തങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. 40 വർഷമായി നിങ്ങളുടെ ജീവിതത്തിന്റെ പുതുതാളം. ബിന്ദു ജ്വല്ലറി. ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ലൈഫ് ടൈം. ഓരോ കാലവർഷവും ഈ തീരത്തേക്കെത്തുന്നത് ഭയത്തിന്റെ കൂറ്റൻ തിരമാലകളുമായാണ്. കാസർഗോഡ് നെല്ലിക്കുന്ന് ചേരങ്കൈ കടപ്പുറം നിവാസികൾക്കിപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാലവർഷം കനത്തതോടെ സമുദ്രനിരപ്പ് ഗണ്യമായി ഉയർന്നു. ഇതോടെ തീരത്തോട് ചേർന്നു നിൽക്കുന്ന വീടുകൾ വലിയ ഭീഷണിയിലായിരിക്കുകയാണ്. ദിവസേന നിരവധി സന്ദർശകർ എത്തുന്ന ചേരങ്കയിൽ കടലാക്രമണം അതിരൂക്ഷമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന് സമീപത്തെ തീരദേശ റോഡിന്റെ പകുതിയിലധികവും കടലെടുത്തു കഴിഞ്ഞു. ഒപ്പം നിരവധി തെങ്ങുകളും കടപുഴകി. 3 വർഷം മുൻപും സമാനമായ കടലാക്രമണം ഇവിടെയുണ്ടായിരുന്നു. അന്ന് തീരസംരക്ഷണത്തിനായി ലക്ഷങ്ങൾ മുടക്കിയിറക്കിയ കരിങ്കല്ലുകളും പിന്നീട് അടുക്കിവെച്ച മണൽ ചാക്കുകളും ഇപ്പോൾ തിരമാലകൾ കൊണ്ടുപോകുകയാണ്. താൽക്കാലിക പ്രതിരോധങ്ങൾ കടലിനു മുന്നിൽ നിഷ്ഫലമാകുന്നു എന്നതിന്റെ നേർചിത്രമാണിത്. മത്സ്യത്തൊഴിലാളികളും കൂലിപ്പണിക്കാരും ഓട്ടോ ഡ്രൈവർമാരുമടങ്ങുന്ന സാധാരണക്കാരാണ് ഈ തീരത്ത് ജീവിക്കുന്നവരിൽ അധികവും. മഴ കടുക്കുമ്പോൾ ഇവരുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമാകും. സർക്കാരിന്റെ പുനർഗേഹം ഉൾപ്പെടെയുള്ള പുനരധിവാസ പദ്ധതികളൊന്നും ഇതുവരെ ഈ തീരത്തെത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു ദുരവസ്ഥ. ശാസ്ത്രീയമായ രീതിയിൽ തീരസംരക്ഷണം ഉറപ്പാക്കാനും ഈ ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും അധികാരികൾ അടിയന്തിരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും ആവശ്യം. അപ്പോൾ ഈ കടലോരം എന്ന് പറഞ്ഞെങ്കിൽ ഈ ചേരങ്കൈ കടപ്പുറം ഇവിടെ എന്നല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മളുള്ളത്. അപ്പോൾ എന്തായിരുന്നെങ്കിൽ ഒന്നാമത് കടൽക്ഷോഭം വരുമ്പോൾ അതിൻ്റെ വെള്ളം നമ്മളെ ഈ വീട്ടിൻ്റെ ബാക്കിലേക്ക് വന്നിട്ട് അത് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ പലവട്ടം നമ്മൾ അതിൻ്റെ കെടുതി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏതായാലും അതിന് അനുസരിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ട രീതിയിൽ ചില സംവിധാനം ഉണ്ടാകുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം കല്ലിട്ടത് ഒന്ന് നന്നായിട്ടുണ്ടായി. പക്ഷെ ആ കല്ലിടുമ്പോൾ അപ്പം ആ സമയത്ത് കടൽക്ഷോഭം വന്നെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ആ കല്ല് മാറുകയും കല്ല് വീഴുകയും കടലിൻ്റെ വെള്ളത്തിൽ അത് താണു പോവുകയും ചെയ്തു. അതിന് ശേഷം പിന്നെ ഇവിടെ കടൽക്ഷോഭം രണ്ടാമതും അത് രൂപപ്പെട്ടു. അത് കടൽ വരാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് പലതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ സഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ കലക്ടർ വരുന്നു, MLA വരുന്നു, അതുപോലെ മറ്റുള്ള ആൾക്കാരെല്ലാം വരുന്നു. നോക്കിയിട്ട് ഇതിനു വേണ്ടി സംവിധാനം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതേ പ്രകാരം അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചാക്ക് ഇടുന്ന ഒരു പരിപാടി വന്നത്. ഈ ചാക്ക് ഇടുന്നത് കൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല. മാത്രം ആ ഇടുമ്പോൾ നമുക്കൊരു സംരക്ഷണം ഉണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഗവൺമെൻറ് ഒരു പേരിനാക്കുന്നതിനല്ലാണ്ട് ഇതിൽ നമുക്ക് കൂടുതൽ ഗുണം ഇല്ല. അതുകൊണ്ട് ഈ കല്ലിടുന്നതല്ലാണ്ട് ഈ ചാക്കിടുന്ന പരിപാടി നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ചാക്ക് ഇട്ട് കഴിഞ്ഞെങ്കിൽ ഇത് 1 കൊല്ലോ 2 കൊല്ലോ ഉണ്ടാവും. പിന്നെ അതും മറിഞ്ഞു പോകും. കല്ല് താണിട്ടാകുമ്പോൾ ചാക്ക് മറിയും. ചാക്ക് മറിഞ്ഞാൽ പിന്നെ ഒരു പ്രയോജനമില്ല. പിന്നെ കടൽ ഇങ്ങോട്ട് അടിച്ചു കയറും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വീട്ടിലേക്കെല്ലാം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതിന് മേലാൽ കല്ല് ഇട്ടിട്ട് തന്നെ ഇതിനെ സംരക്ഷണമാക്കിയിട്ട് എത്തിക്കെട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദം. ദുരന്തം മുഖാമുഖം കാണുന്ന ഈ മനുഷ്യർക്ക് ഇനി വേണ്ടത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് ശാശ്വത പരിഹാരമാണ്. ഓരോ മഴക്കാലത്തും ഭയപ്പാടോടെ കഴിയേണ്ടി വരുന്ന ഈ ജനതയുടെ കണ്ണീര് കാണാൻ അധികാരികൾ ഇനിയെങ്കിലും തയ്യാറാകണം. ബിന്ദു ജാജെ, ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.